ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി സോയ ചങ്ക്സ് കറിയാണ്. ഇറച്ചിക്കറിയുടെയൊക്കെ അതേ രുചിയിൽ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുള്ള നല്ലൊരു കറിയാണ്. അതേപോലെ തന്നെ നോൺ വെജ് കഴിക്കാത്തവർക്ക് ഒക്കെ ഇത് ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ചോറിൻ്റെ കൂടെ, ചപ്പാത്തി, പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കി വന്നാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് സോയ ഒന്ന് തിളപ്പിച്ച് എടുക്കുന്നുണ്ട്. സോയ നല്ലോണം ഒന്ന് കഴുകിയതിന് ശേഷം നമുക്ക് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അതൊന്ന് മിക്സ് ആക്കി എടുക്കാം. 2 മിനിറ്റ് തിളച്ചതിന് ശേഷം നമുക്ക് അതൊന്ന് മാറ്റി വെക്കാം. ശേഷം വെള്ളത്തിലൊന്ന് കഴുകിയിട്ട് പിഴിഞ്ഞെടുത്ത് മാറ്റി വെക്കാവുന്നതാണ്. ശേഷം ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ നല്ലൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് പെരുംജീരകം ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം, 1/4 ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 സവാളയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സവാള പെട്ടെന്ന് വഴഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാളനെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയുടെ ഒന്ന് വാടി കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവുന്നതായിരിക്കും നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 2 പച്ചമുളകാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പച്ചമുളക് നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാള ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഞാനിവിടെ 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഫ്രിഡ്ജിൽ 1 മാസം വരയ്ക്കും എങ്ങനെ തയ്യാറാക്കി വെക്കാമെന്നുള്ളൊരു ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് 1 മാസം വരയ്ക്കും നമുക്ക് കേടുകൂടാതെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇനി നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ സ്റ്റവ് സിമ്മിൽ വെച്ചിട്ട് വേണം വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ മസാലപ്പൊടികൾ 2 മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. സ്റ്റവ് സിമ്മിൽ വെച്ചിട്ട് വേണം മല്ലിപ്പൊടി മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ ഇതിലേക്ക് 2 തക്കാളി കട്ട് ചെയ്തെടുത്തതാണ്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. തക്കാളി ഒന്ന് വേവുന്നവരേക്ക് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 2 മിനിറ്റ് ഇതേപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് തക്കാളിനൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. നമ്മൾ മൂടി വെച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് പകുതി കുക്കായിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് തക്കാളിയൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്.